2023 മെയ് 10 ബുധനാഴ്ച ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിന്റെ പ്രതി സന്ദീപിന് മാനസിക പ്രശ്നങ്ങൾ ഇല്ലെന്ന നിലപാടിൽ ഉറച്ചിരിക്കുകയാണ് പോലീസ്. 2023 മെയ് 10 പുലർച്ചെ 4 മണി. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ ഹൗസ് സർജനായിരുന്ന വന്ദനാദാസ് പതിവ് പോലെ ഡ്യൂട്ടിയിലായിരുന്നു. ലഹരിക്കടിമയായ സന്ദീപ് എന്ന ഒരു യുവാവിനെ പോലീസുകാർ ആശുപത്രിയിലെത്തിച്ചു. കാലിലെ മുറിവ് തുന്നിക്കെട്ടാനാണ് ഇയാളെ കൊണ്ടുവന്നത്. കൈവിലങ്ങുണ്ടായിരുന്നില്ല. മുറിവ് തുന്നിക്കെട്ടുന്നതിനിടെ പ്രകോപിതനായ സന്ദീപ് മേശപ്പുറത്തിരുന്ന കത്രിക ഉപയോഗിച്ച് വന്ദനയെ ആഞ്ഞുകുത്തി. ഒരു തവണയല്ല, തുടർച്ചയായ 6 തവണ. കോട്ടയം മുട്ടുചിറ നമ്പിച്ചിറക്കാലായിൽ KG മോഹൻദാസിന്റെയും വസന്തകുമാരിയുടെയും ഏകമകൾ ഡ്യൂട്ടിക്കിടെ ക്രൂരമായി കൊല്ലപ്പെട്ടിട്ട് ഇന്ന് 1 ആണ്ട് തികയുകയാണ്. കേരളത്തിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ പോലെ ഒരു ഡോക്ടറാകണമെന്ന സ്വപ്നം കഠിനാധ്വാനത്തിലൂടെ പ്രാവർത്തികമാക്കിയവൾ. തൊഴിലിടത്തിൽ വെച്ച് ക്രൂരമായി കൊല്ലപ്പെട്ട ആ 23-കാരി 1 വർഷത്തിനിപ്പുറവും മലയാളിക്ക് നീറുന്ന ഓർമ്മയാണ്. ലഹരിക്കടിമയായ പ്രതിയുടെ അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ വന്ദനയ്ക്ക് സാധിച്ചില്ല. കഴുത്തിലും മുതുകിലും കുത്തേറ്റ വന്ദനയുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ പോലീസും സഹപ്രവർത്തകരും ഏറെ പണിപ്പെട്ടാണ് അക്രമാസക്തനായ പ്രതിയെ കീഴടക്കിയത്. വന്ദനയെ ഉടൻ വെന്റിലേറ്ററിലേക്ക് മാറ്റിയെങ്കിലും വൈകാതെ മരണം സ്ഥിരീകരിച്ചു. വന്ദനയുടെ ശരീരത്തിനേറ്റ ഓരോ മുറിവും ആഴ്ന്നു പതിച്ചത് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലാണ്. കേരളം മുൻപെങ്ങും കാണാത്ത വിധമുള്ള ആരോഗ്യ പ്രവർത്തകരുടെ സമരമാണ് പിന്നീട് കണ്ടത്. മെഡിക്കൽ മേഖല ഒന്നാകെ തെരുവിലിറങ്ങി. ജീവൻ പണയം വെച്ച് ജോലി ചെയ്യാനാകില്ലെന്ന് അവർ ഉറക്കെ പറഞ്ഞു. ആശുപത്രി സംരക്ഷണ നിയമം അടിമുടി മാറ്റണമെന്ന് ഡോക്ടർമാർ ആവശ്യപ്പെട്ടു. ശക്തമായ സമരങ്ങൾക്കൊടുവിൽ ഡോക്ടർമാർ ആവശ്യപ്പെട്ട ഭേദഗതികളോടെ സെപ്റ്റംബറിൽ വന്ദനയുടെ പേരിൽ തന്നെ നിയമം സർക്കാർ പാസാക്കി. എന്നാൽ സുരക്ഷ ഇപ്പോഴും പേരിൽ മാത്രമാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. വന്ദനയുടെ കൊലപാതക ശേഷവും ആശുപത്രികളിൽ അതിക്രമം തുടരുന്നുണ്ട്. വന്ദനയുടെ കൊലപാതക ശേഷമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ PG ഡോക്ടറെ ഒരാൾ അടിവയറ്റിൽ തൊഴിച്ചത്. എല്ലാ ആശുപത്രികളിലും ക്യാമറ, പോലീസ് എയ്ഡ് പോസ്റ്റ് എന്നിവ ഇതുവരെ സ്ഥാപിച്ചിട്ടില്ല. വന്ദനയുടെ വീടിന് മുന്നിലെ ഗേറ്റിൽ സുവർണ ലിപികളിൽ ഇപ്പോഴും ആ പേരുണ്ട്, ഡോക്ടർ വന്ദനാദാസ് MBBS. വന്ദന കൊല്ലപ്പെട്ട് 1 വർഷം തികയുമ്പോഴും അച്ഛനും അമ്മയും നിയമ പോരാട്ടത്തിലാണ്. CBI അന്വേഷണത്തിലുള്ള അപ്പീൽ ഹൈക്കോടതി തള്ളിയതിനാൽ മേൽക്കോടതികളെ സമീപിക്കാനുള്ള ഒരുക്കത്തിലാണിവർ. ഇനി ഒരിക്കലും ഒരാൾക്ക് നേരെയും ഇത്തരമൊരു ആക്രമണം ഉണ്ടാകരുതെന്ന ദൃഢനിശ്ചയത്തിലാണ് മാതാപിതാക്കൾ.